ഞാൻ ഭയങ്കര ഒരു രസമുള്ള കാര്യം ചെയ്യാൻ പോകണം. ഞാനതൊരു UK ക്യാമ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷേ സ്വിറ്റ്സർലാൻഡിൽ വന്ന് ക്യാമ്പ് ചെയ്യാൻ പോവാണ്. എനിക്കറിയില്ല സക്സസ് ആവോ ഇല്ലേന്ന്, കാരണം വൈൽഡ് ക്യാമ്പിങ് സ്വിറ്റ്സർലാൻഡിൽ അലൗഡ് അല്ല. പക്ഷേ 1 നൈറ്റ് സ്റ്റേ ഒന്നും പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിതാ സാധനങ്ങളൊക്കെ ബാഗിൽ പാക്ക് ചെയ്തിട്ടിട്ട് ഒരു ഹയറിൽ ഏറ്റവും ടോപ്പിലുള്ളൊരു വില്ലേജ് പോവാണ്. അവിടുന്ന് കുറച്ച് ഹൈക്ക് ചെയ്തിട്ട് ചെയ്യാന്നാണ് എൻ്റെ പ്ലാന്. ലെറ്റ്സ് സീ നടക്കില്ലേന്ന്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വില്ലേജ് കയറാൻ കുഞ്ഞു കുഞ്ഞു ബസ്, ചെറിയ വാനുകളുള്ളത്. അപ്പോൾ അതിലാണ് ഞാൻ ടോപ്പിലോട്ട് പോകാൻ പോകുന്നത്. 16 എന്നാണ് വില്ലേജ് ആട്ടത്. എന്ത് ഭംഗിയാന്ന് അറിയോ കാണാൻ. അവിടെ അപ്പാപ്പന് കളൊക്കെ പറിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഡീപ്പ് ഫോറസ്റ്റിനുള്ളിലേക്ക് ഒരു വഴിയുണ്ട്. ഇത് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ഏരിയ കിട്ടുന്ന പറഞ്ഞ. പോയി നോക്കാം എന്താവുന്നു. നോ ഐഡിയ. ഇതെൻ്റെ ലൈഫിലെ ഫസ്റ്റ് സോളോ ക്യാമ്പാണ്. ഐ ഡോണ്ട് നോ ഇറ്റ് വിൽ ബി ഹാപ്പൻ ഓർ നോട്ട്. ബാഗ് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ വെച്ച് സ്റ്റീപ്പ് കയറുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. ബട്ട് വ്യൂ നല്ല സീം വ്യൂ. ഹൈറ്റിലേക്ക് പോകും തോറും അയ്യോ വ്യൂ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ആ കാണുന്നതാണ് ഇൻ്റർലേക്കൻ. ഇത് ഏരിയ അത്യാവശ്യം ഹൈറ്റ് ഉള്ളതാണ്. ആ മേലെ സ്നോ കാര്യങ്ങളൊക്കെ കാണുന്നത്. ഞാൻ ടോപ്പിലോട്ട് പോയി നോക്കി, പക്ഷേ ഭയങ്കര സ്റ്റീപ്പാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഓൾമോസ്റ്റ് സൺസെറ്റ് ആവാനായി. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്കവിടെ ക്യാമ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടാവും. പിന്നെ മുകളിലോട്ട് എത്തിപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഞാൻ വരുന്ന വഴിയിലൊരു സ്പോട്ട് നോക്കി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ അവിടെ തന്നെ പോയിട്ട് ക്യാമ്പ് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. പോയി നോക്കി, പക്ഷേ എനിക്ക് എന്താ പറയുക ഭയങ്കര സ്റ്റീപ്പാണ്. പിന്നെ ഭയങ്കര എഡ്ജായിട്ടുള്ളതാണ്. അവിടെ എന്തായാലും എനിക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ അവിടുന്ന് റിട്ടേൺ ഇറങ്ങി. എനിക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ ബസ്സില്ല. സോ എനിക്ക് ചെറിയ സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. റോഡ് സൈഡാണ്, പക്ഷേ വില്ലേജും കാര്യങ്ങളൊക്കെ താഴെയുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. വില്ലേജൊക്കെ താഴെ എന്നുള്ളത്. സോ ഈ ഒരു ചെറിയ സ്പോട്ടിൽ ഞാൻ ക്യാമ്പ് ചെയ്യാൻ പോകുന്നു. ഫൈനലി ഐ ഡൺ. ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഫസ്റ്റ് എന്താ പറയുക എൻ്റെ ഫസ്റ്റ് സോളോ ക്യാമ്പിംഗ് ആണ്. അതും ഞാൻ ചെയ്യുന്നത് ആദ്യമായിട്ട് സ്വിറ്റ്സർലാൻഡിൽ. ഇതൊരിക്കലും പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ഇച്ചിരി ഫുഡെല്ലാം കയ്യിൽ വെച്ചിരുന്നു. ലൈക്ക് ക്രോസോ വലിയ ബോക്സായിട്ടോ കിട്ടിയത് ഉണ്ടായിരുന്നുള്ളത്. പിന്നെ ലൈക്ക് പ്രോട്ടീൻ ചെറിയ ബാർസ് ഉണ്ടായിരുന്നു. പിന്നെ പഴം അങ്ങനെ കയ്യിൽ വെച്ചിരുന്നു. ഫുഡൊന്നും ബുദ്ധിമുട്ടില്ല, കാര്യമായിട്ട് വിഷമമൊന്നുമില്ല. നല്ല സെറ്റ് ചെയ്ത് സ്ലീപ്പിംഗ് ബാഗും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇപ്പോൾ ഉറങ്ങാനുള്ള പ്ലാനിലാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് എനിക്കറിയില്ല, കാരണം കാരണം ഫസ്റ്റ് ഇത് ചെയ്യുമ്പോൾ സോളോ ക്യാമ്പ് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് ഉണ്ടായിരുന്നു. ലൈക്ക് പേടിയാവോ ഇല്ലേ. പിന്നെ ഒന്നാമത് ഞാൻ UK ചെയ്തിട്ടുണ്ട്, പക്ഷേ UK പുറത്തൊരു സ്ഥലത്ത് പോയി ചെയ്യുക എത്രത്തോളം ആവുന്നുള്ള കാര്യം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കറക്റ്റ്ലി ഇതുവരെ ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല, സേഫാണ്. പിന്നെ കാറ്റും കാര്യങ്ങളൊന്നും ഇല്ല കാര്യമായിട്ട്. പിന്നെ ഓക്കെയാണ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഞാൻ ടെൻറ്റ് അത്യാവശ്യം അടിപൊളിയായിട്ട്
ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും രാവിലെ എണീറ്റിട്ട് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. എണീറ്റു. സൺറൈസ് പിടിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ നല്ല ഉറക്കത്തിൽ പെട്ടുപോയി. ഓൾമോസ്റ്റ് 6 മണിക്കായിരുന്നു. ഞാനിപ്പോൾ 6:15 എണീറ്റ്. ആ റൈസും കാര്യങ്ങളൊക്കെ കാണാനുണ്ട് സൈഡിൽ. നല്ല ഉറക്കത്തിൽ നല്ല ക്ഷീണം എടുത്തപ്പോൾ നല്ല ഉറക്കത്തിൽ പെട്ടുപോയി. പിന്നെ നല്ല ചെറിയൊരു തണുപ്പ് ഉണ്ടായിട്ടുള്ളൂ, അത് കാരണം നല്ല സുഖത്തിൽ ഉറങ്ങി. സ്ലീപ്പിംഗ് ബാഗ് 3 സീസണായി, അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് ഉറങ്ങി. നമുക്ക് പുറത്തിറങ്ങി നോക്കാം. അയ്യോ, സൂര്യൻ മേലെ കത്തിട്ടോ, കാണാനല്ല അവിടെ. അത്യാവശ്യം വെളിച്ചും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ വില്ലേജ് കാണിച്ചിട്ട് ഞാൻ ഇന്നലെ വന്നേ. താഴെ കാണുന്ന വില്ലേജ് അതാ, അവിടെ നിന്നാണ് ഞാൻ ഇന്നലെ വന്നത്. അത്യാവശ്യം 2-2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ ഞാൻ മേലോട്ട് കയറിയിട്ടുണ്ട്. അവിടെ ഒരു കുഞ്ഞു വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്, കാണാണ്ടോ? ആക്ച്വലി ഞാൻ മുന്നൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ലൈക്ക് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, പോയി സ്ഥലങ്ങൾ കാണുക, അവിടുത്തെ സ്ഥലങ്ങൾ കാണുക. ലൈക്ക് ഇപ്പം അറിയാം, ഇപ്പം നമ്മൾ സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ റെഫർ ചെയ്തിട്ടാണ് പോക്ക്, എന്തൊക്കെയുണ്ട് എങ്ങനെയാണെന്ന്. കാരണം എനിക്ക് ടൈം കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട്, കാരണം നമ്മളൊരു ചെറിയൊരു സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോവുകയാണ്. അപ്പം അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ ചുമ്മാ അവിടെ പോയി നിന്ന് ഇതാകുന്നതിന് പകരം ഞാൻ പക്ക പ്ലാൻ ചെയ്തിട്ടാണ് പോക്ക്. സ്ഥലങ്ങൾ റെഫർ ചെയ്ത് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ടൈം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഞാൻ പോക്ക്. പക്ഷെ ഞാൻ ആക്ച്വലി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയതിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമാണ്. കാരണം ഞാൻ ഈ ലൂപ്പിലോട്ട് ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ അത്യാവശ്യം എനിക്ക് കിട്ടുന്ന കാര്യങ്ങൾ സർപ്രൈസ്ഡാണ്. ഞാൻ കണ്ടുമുട്ടുന്ന ആൾക്കാർ, കാരണം ഞാൻ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെയാണ് സ്റ്റേ. അവരുടെ ഫുഡ്, അവരുടെ കൾച്ചർ, പിന്നെ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡായി പോയ ഒരാളാണ്. കാരണം ഇന്നലെ ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആക്ച്വലി എൻ്റെ ട്രെയിനും ചെറിയൊരു ആക്സിഡൻറ്റും സംഭവിച്ചിരുന്നു. ആ വഴിയിൽ ട്രെയിന് സ്റ്റക്കായി, പിന്നെ ആ വഴി പോകുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്തായി, എങ്ങനെയാണ്, എവിടെ എത്തി, ഫുൾ കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് ടെൻ്റ് അടിക്കാൻ വരുമ്പോഴും എന്നോട് പറഞ്ഞു അവിടെ എത്തിയിട്ട് നീ ഫോട്ടോസ് അയക്കണം, എവിടെയാണ് ലൊക്കേഷനൊക്കെ പിന്നെ ചെയ്യണം, എന്താണ് എങ്ങനെയെന്നുള്ളത് കറക്റ്റ് അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. കാരണം അവരുടെ ട്രീറ്റ് ചെയ്യുന്ന രീതി വെച്ചാൽ ഭയങ്കര അടിപൊളിയാണ്. ഞാനിങ്ങനെ ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ ഇന്നലെ അവരുടെ വില്ലേജും കാര്യങ്ങളൊക്കെ കറങ്ങി, പിന്നെ ഫുഡൊക്കെ കുക്ക് ചെയ്തു. ഞാൻ മോർണിംഗ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കുക്ക് ചെയ്ത് കൊടുത്തു, ഒരുമിച്ച് കഴിച്ചു. ദ ഹാപ്പി. പിന്നെ ഞാനിങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു വന്ന ടൈമിൽ, എനിക്കിങ്ങനെ സ്വിറ്റ്സർലാൻഡിൽ ക്യാമ്പ് ചെയ്യണമെന്നുണ്ട്. കാരണം ഞാൻ UK അത്യാവശ്യം ക്യാമ്പിങ്ങും പരിപാടിയും ചെയ്യുന്ന ആളാണ്. സോ എനിക്ക് പോയി ചെയ്യണമെന്നുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് ഇത് സിംഗിൾ ടെൻ്റ് എടുത്ത് തന്നു, പിന്നെ സ്ലീപ്പിംഗ് ബാഗ് തന്നു, ഒരു ലൊക്കേഷൻ തന്നു. ആക്ച്വലി ഈ വില്ലേജ്, ടു ബി ഓണസ്റ്റ്, ഞാൻ ഇങ്ങനത്തെ ഒരു വില്ലേജ് ഇവിടെ ഉണ്ടെന്നോ ഇങ്ങനത്തെ ഒരു സ്ഥലം അറിയില്ല. കാരണം ടൂറിസ്റ്റ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. ആക്ച്വലി അവർ ലോക്കൽ ആയതുകൊണ്ട് അവരെനിക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം അഡ്വൈസ് ചെയ്ത് തന്നു. അവരിങ്ങനെ സ്ഥലം ഉണ്ട്, ഇനി പോയി നോക്കുമെന്ന് പറഞ്ഞു. വൺ ഓഫ് ദ ബെസ്റ്റ്. കാരണം ഞാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഈ ഒരു വില്ലേജ് ലൊക്കേറ്റ് ചെയ്യുന്നതും, ബാക്കിലെ ഈ മലകളും, മഞ്ഞ് മൂടിയ മലകളും കാര്യങ്ങളൊക്കെ. ഞാൻ ടെൻ്റ് അയക്കാൻ പോട്ടെ. ഞാൻ അത്യാവശ്യം സാധനം താഴത്തേക്ക് ഇറക്കി വെച്ചിരുന്നു. കാറ്റെങ്ങനെ വന്നു കഴിഞ്ഞാൽ, കാരണം ഇത് സ്ലോപ്പാണ്, അപ്പോൾ ചിലപ്പം കാറ്റിങ്ങനെ നല്ല രീതിയിൽ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഇതിൽ തറച്ച് വെച്ചിരുന്നു ആണി കാര്യങ്ങളൊക്കെ. കിട്ടുന്നില്ലേ, നന്നായിട്ട് ഇറക്കി വെച്ചതാ.
കിട്ടി കിട്ടി കിട്ടി. ഭയങ്കര സിമ്പിൾ ടെൻ്റ് അല്ലേ, നോക്കിയാ സോ സിമ്പിൾ. കറക്റ്റ് ഒരാൾക്ക് പറ്റിയ ചെറിയത്. Let me eat one banana. അയ്യോ കുഴപ്പമില്ല. വേസ്റ്റ് ചേർക്കാരം ഇതിൻ്റെ പിന്നിലോട്ടുണ്ടോ. Everything is back up. Yeah. So എല്ലാം സെറ്റ് ചെയ്തു, റെഡി. സ്ലിപ്പിംഗ് ബാഗൊക്കെ ഹാങ് ചെയ്തു. സോ ഐ എം സോ ഹാപ്പി. I done my first solo camping. സോ സ്വിറ്റ്സർലാൻഡ് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ചെയ്യാൻ നമുക്ക്, അതായത് പേടിയുള്ളൊരു കാര്യമായിരുന്നു അത് ഒറ്റയ്ക്ക് ക്യാമ്പ് ചെയ്യാന്നുള്ളത്. സംഭവം ഈസിയാണെന്ന് പറയാമെങ്കിലും പക്ഷേ രാത്രി ഇങ്ങനെ ഇടയ്ക്ക് കിടക്കുമ്പോൾ സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോൾ, ഞാൻ ഫസ്റ്റ് ടൈം ക്യാമ്പ് ചെയ്തത് ഒരു സ്നേക്ക് വുഡ്ലാൻഡിലാണ് ചെയ്തത്, ഇംഗ്ലണ്ടിൽ. അതായത് തൊട്ട അരുവിയുടെ അടുത്ത്. അന്ന് ശരിക്കും ഞാൻ രാത്രി എനിക്ക് കിടന്നപ്പോൾ ഞാൻ ഉറക്കമൊന്നും കിട്ടിയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന സൗണ്ട് ഉണ്ട്. ഫസ്റ്റ് ക്യാമ്പ് ചെയ്യാണ്, അപ്പോൾ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത്, പിന്നെ എന്താ ചീവിട് അങ്ങനത്തെ ചീവിട് അതിൻ്റെ ഒക്കെ സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി അത് എനിക്ക് ചെറിയൊരു എന്താ പറയുക പേടി ഉണ്ടാക്കിയിരുന്നു, ആ സൗണ്ട് കാര്യങ്ങളൊക്കെ. പക്ഷെ പിന്നീട് ഞാനത് ക്യാമ്പ് ചെയ്യാൻ പോയിട്ട് പിന്നെ എനിക്കത് വിഷയമില്ലാതെ കാര്യമായി. പിന്നെ ഞാൻ എപ്പോൾ അതിൻ്റെ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ കിടന്നുറങ്ങും, ആ ഒരു ടൈപ്പായി. അങ്ങനെ ഫസ്റ്റ് സോളോ ക്യാമ്പ് ടൈം എടുത്തെന്നറിയാം, പക്ഷേ ചെയ്യാൻ പറ്റി. അതും ഇഷ്ടപ്പെട്ട രാജ്യത്തും ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കാരണം സ്വിറ്റ്സർലാൻഡിൽ വരിക, അതും ഇതാ ഞാൻ എൻ്റെ വ്യൂ കാണിച്ചാൽ ബാക്കിലുള്ള, അയ്യോ നല്ല അടിപൊളി മഞ്ഞിങ്ങനെ. സമ്മർ ആയതുകൊണ്ടാണ്, വിൻ്റർ ആണെങ്കിൽ ഇവിടെ ഫുൾ മഞ്ഞായിരിക്കും, പക്ഷെ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും ചെയ്യാൻ. കാരണം ടെൻറ്റ് കുറച്ചും കൂടി സ്ട്രോങ് ആയ ടെൻറ്റ് വേണം. പിന്നെ സ്ലീപ്പിംഗ് ബാഗ്, വിൻ്റർ സീസണിൻ്റെ സ്ലീപ്പിംഗ് ബാഗ് മേടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വന്ന് ചെയ്യാം. വ്യൂ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അതാണ് കേട്ടോ വില്ലേജ്, ഭയങ്കര അടിപൊളി വില്ലേജ്. ഞാൻ താഴെ നിന്ന് കാണിച്ചു തരണ്ടേ. ഇന്നലെ ഞാൻ അത്യാവശ്യം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ലേറ്റായിരുന്നു എത്തിയത്. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് മേലൊക്കെ എത്തണം എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് പറ്റിയില്ല. എൻ്റെ ബാക്കിൽ കാണുന്നുണ്ട്, താഴെ പോകുമ്പോൾ എന്തായാലും കാണാം വില്ലേജ് കാര്യങ്ങളൊക്കെ. ബാക്കിലാണ് കാണുന്നത് കേട്ടോ, കാണുന്നതാണ് ഇന്റർലേക്കൺ. പിന്നെ ഇവിടെ വില്ലേജും കാര്യങ്ങളൊക്കെ കാണാം. നിങ്ങൾക്കിവിടെ മണിയടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ഇതിൽ? അത് ആക്ച്വലി കാണിച്ചേ. അത് ആക്ച്വലി ഈ പശുക്കളില്ലേ, പശുക്കൾക്ക് കഴുത്തിനവിടെ മണി കെട്ടി കിടക്കും. ഞാൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ദൂരേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇവർക്ക് നമുക്ക് ഈ സൗണ്ട് കേട്ടിട്ട് അത് അത്യാവശ്യം ലോങ് പുറത്തോട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ, ഈ മണിയുടെ സൗണ്ട്. മച്ചാൻ നോക്കി നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട്. കണ്ടില്ല താഴെ അവിടെ. അത് ആക്ച്വലി ഭയങ്കര രസമുള്ള സംഭവം കേട്ടോ. ഇങ്ങനെ മണി അടിച്ചിട്ട് ഇങ്ങനെ കേൾക്കാം, എവിടെ പോയാലും കേൾക്കാം. ഞാൻ നിന്ന വില്ലേജിലൊക്കെ ഞാൻ ഇങ്ങനെ ഫസ്റ്റ് ഞാൻ അവിടെ നിന്ന് കാണുന്നത് സൗണ്ട് ഭയങ്കര രസമല്ലേ. വില്ലേജിന് കാണിച്ചേരേ കണ്ടാ, നല്ല വലുപ്പമുണ്ട്. ഏതായിട്ടൊന്നും അറിയില്ല. ഗൂഗിൾ ലെൻസ് നോക്കി വെക്കാം, ചിലപ്പോൾ അറിയാം ഏതാ സാധനം.
ആക്ച്വലി റോമൻ സ്നെയിൽ എന്ന് അറിയപ്പെടുക, അതുപോലെ എഡിബിൾ സ്നെയിൽ എന്നും അറിയപ്പെടും. ഇത് ആക്ച്വലി യൂറോപ്പിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് സ്നെയിലാണ്. ഇതിനെ കഴിക്കാൻ പറ്റും. ഈ ഫ്രഞ്ച് ക്യൂസിലുള്ള ഒരു മെയിൻ ഐറ്റമാണ് ഈ സ്നെയിൽ, റോമൻ സ്നെയിൽ അല്ലെങ്കിൽ എഡിബിൾ സ്നെയിൽ എന്ന് പറയും. ആരെങ്കിലും ലോങ് ഡേയ്സിനൊക്കെ സിക്സ് പാസ് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലേസ് മസ്റ്റ് വിസിറ്റ് കേട്ടോ. സെക്സ്റ്റൈൻ എന്നുള്ള സ്ഥലം. ഇവിടുന്ന് ആക്ച്വലി കുറേ ഹൈക്കിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. അതായത് അത്യാവശ്യം നമുക്ക് ഹൈക്ക് ചെയ്തിട്ട് നമുക്ക് ഈ മൗണ്ടൈൻ ഭാഗത്തേക്കൊക്കെ നമുക്ക് എത്താൻ സാധിക്കും. ലൈക്ക് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നമുക്ക് അങ്ങനെ തിരിച്ച് ഇൻ്റർലേക്കാണ് എത്താവുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. താഴെ ഞാൻ നോക്കിയിരുന്നു. ആക്ച്വലി റംഗില പാസ്, അതുപോലെ സുൽഡ്, പിന്നെ സുൽവാൾഡ് ഒക്കെ കണ്ടില്ലേ, അതൊക്കെ ആക്ച്വലി നമുക്കൊരു എന്താണ് ലൈക്ക് ഒരു ട്രക്കിംഗ് വേസ് ആണ്, ഹൈക്കിംഗ് ആണ്. അത്യാവശ്യം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെസ് ടൂറിസ്റ്റ് സ്പോട്ടാണ്. സോ കാരണം ഒന്നാമത് ഭയങ്കര ഉള്ളിലോട്ടാണ്. നമുക്കറിയില്ല അധികം ആൾക്കാർക്ക് ഈ സ്ഥലം അറിയോ ഇല്ല എന്നുള്ളത്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു ലൈക്ക് ഈ ഒരു വില്ലേജ് ഭയങ്കര അടിപൊളിയാണ്. ശരിക്കും എല്ലാവരും ഈ കൗച്ച് സർഫിങ് പരിപാടിയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ലൈക്ക് നമുക്ക് സ്ഥലങ്ങൾ കാണാം. പക്ഷേ ഈ കൗച്ച് സർഫിങ് പ്ലാറ്റ്ഫോം ത്രൂ ഒന്നും കൂടി നമുക്ക് ലോക്കലി ആയിട്ട് നമുക്ക് ഒന്നും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ലൈക്ക് അവരുടെ കൾച്ചർ ആയിക്കോട്ടെ, അവരുടെ ഫുഡ് ആയിക്കോട്ടെ, പിന്നെ നമുക്ക് ഒന്നും അറിയാത്ത ആളുകളുടെ പോയി നിൽക്കുമ്പോൾ ഉള്ളത് ഭയങ്കര എന്താ പറയുക വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് നമുക്ക് ആലോചിക്കാം, നമുക്കൊരു പരിചയമില്ലാത്ത ആളുകൾ പോയി താമസിക്കാം. അപ്പോൾ ഒന്നാമത് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ലൈഫ് പഠിക്കാം, പേഷ്യൻസ് കാര്യങ്ങൾ, പിന്നെ ക്ലീൻനെസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കും പ്രോപ്പറായിട്ട്. കുറേയൊക്കെ നമ്മളെ പേഴ്സണൽ ലൈഫിൽ തന്നെ കുറേ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ. കൗച്ച് സർഫിങ്ങിൽ പിന്നെ കുറേ ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ ആണല്ലോ പോയി താമസിക്കുന്നത്. അപ്പോൾ സേഫ്റ്റി കാര്യങ്ങളൊക്കെ എത്രത്തോളം എൻഷുർ ചെയ്യാന്നുള്ളത്. ആക്ച്വലി ഞാനൊരാളെ ചൂസ് ചെയ്യുമ്പോൾ അവരുടെ റിവ്യൂസ് പൊതുവെ നോക്കാറുണ്ട്. കാരണം ഇത് ആക്ച്വലി ഒരു ലിങ്ക്ഡിനൊക്കെ പോലെ തന്നെയാണ്. ലൈക്ക് നമുക്ക് ഇതിലൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തെടുക്കുകയാണ് ഈ കൗച്ച് സർഫിങ് ത്രൂ. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് താമസിക്കുകയാണെങ്കിൽ ലൈക്ക് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യും, ഇന്ന ദിവസം നമ്മൾ റിക്വസ്റ്റ് ചെയ്യും വരുന്നുണ്ട് എന്നുള്ളത്. ആ റിക്വസ്റ്റ് കൊടുക്കുന്ന അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന് ശേഷം എന്ത് ചെയ്യും, നമുക്ക് റെഫറൻസ് ഇടാം. ലൈക്ക് ഇന്ന ആള് വന്ന് താമസിച്ചു, അടിപൊളി, മീൻസ് നമ്മളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇടും, നല്ലതാണെങ്കിലും ചീത്താണെങ്കിലും. ബാക്കിൽ കണ്ട ആൽപ്സ് മലനിരകൾ. ഈ സ്ഥലം ഞാൻ ഒരിക്കലും മറക്കൂല. ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ തിരിച്ചു പോകുന്നു. ലൈക്ക് ഐ ഡിഡ് സംതിങ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്ന്. ഞാൻ അത്യാവശ്യം ആ ഒരു ടോപ്പിലോട്ടാണ് ഞാൻ കയറിയത്. ആക്ച്വലി നല്ല ക്ലൗഡി ആയിരുന്നു കേട്ടോ. ഞാൻ നല്ല നൈറ്റ് ഇറങ്ങി പുറത്ത് നോക്കി സ്കൈ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും, കാരണം മൗണ്ടൻസിൻ്റെ മേലല്ലേ നല്ല സ്റ്റാർസ് കിട്ടുമായിരുന്നു. ഞാൻ ആക്ച്വലി ഇന്നലെ നൈറ്റ് എണീറ്റിട്ട് ഒന്ന് പുറത്തിറങ്ങി നോക്കി, പക്ഷേ ക്ലൗഡി ആയിരുന്നു. അത് കാരണം സ്റ്റാർസ് ഒന്നും കിട്ടിയില്ല പ്രോപ്പറായിട്ട്. ഞാൻ അപ്പോൾ സോക്സ്റ്റൺ വില്ലേജിലെത്തി. ഇനി ഇവിടുന്ന് ബസ് പിടിച്ച് നേരെ വിൽസർവില്ലിൽ പോകണം. ക്യാമ്പും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം. ദെൻ എൻ്റെ ലഗേജ് കുറച്ച് കാര്യങ്ങളുണ്ടാവട്ടെ, അത് എടുത്തിട്ട് വേണം തിരിച്ച്. എനിക്ക് വൈകുന്നേരം ഫ്ലൈറ്റ്. പക്ഷേ ഇവിടുന്ന് എയർപോർട്ടിൽ ഓൾമോസ്റ്റ് 2 hour ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ തന്നെ എനിക്ക് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് ഞാൻ കുറേ ലേറ്റായിട്ട് എത്തി. അതുപോലെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ലോക്കായി പോകും. പിന്നെ UK ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസീവാണ്, അപ്പോൾ നടക്കില്ല. സോ ബസ് ചെക്ക് ചെയ്തിട്ട് എളുപ്പം ഇവിടുന്ന് പോകണം. ഇതാണ് ബസ് സ്റ്റോപ്പ്. ഇവിടുത്തെ സ്കൂളാണെന്ന് തോന്നുന്നു. സ്കൂളസ് എഴുതിയിട്ടുണ്ട്. ഐ തിങ്ക് സ്കൂളാണെന്നാണ് തോന്നുന്നത്. എൻ്റെ ബസ് വന്നിട്ട് അവിടുന്ന് ഇപ്പോൾ വേറെ വിൽസർവില്ലിലോട്ട്. ഇനി നേരെ റൂമിലോട്ട് പോയി അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.